എന്റെ അമ്മേ. നടപ്പില്ല. ഇല്ലേ? ഇല്ല, നടപ്പില്ല. ഉറപ്പാണോ? ഉറപ്പ്. ഉണ്ടാക്കും ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. 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 നിർത്ത്. ഇത് വെറും ഒരു സൂചന മാത്രം. ഖരാവോ, സത്യാഗ്രഹം, ദേവതന്ത്രം തുടങ്ങിയ ഞങ്ങളുടെ വിപുലമായ പരിപാടിയിൽ അണിയറിയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ആലോചിച്ച് തീരുമാനമെടുക്കുന്നതാണ് നല്ലത്. ആലോചിക്കാൻ അധികം സമയമില്ല. ഗുസ്തിക്കാരൻ കൊച്ചുകുട്ടമ്പലയുടെ മകളെ ഒരു കൈമുക്കുള്ളവനെ കല്യാണം കഴിച്ചു കൊടുക്കും. ഈ തീരുമാനത്തിന് മാറ്റമില്ല. ദിലീപൻ കയ്യൂക്കില്ലാത്തവനാണെന്ന് ആര് പറഞ്ഞു? എന്നിട്ട് കയ്യൂക്കുള്ളവൻ എവിടെ? ആശുപത്രിയിലോ ചുടുകാട്ടിലോ? 50 പേര് വന്നാലും ഒറ്റയ്ക്ക് തല്ലി നേടുന്നവനായ എന്റെ അനന്തരവൻ, അവനാ എന്റെ മോളുടെ ഭർത്താവ്. ആ അനന്തരവനെയും കൂടെ 50 പേരെയും തള്ളി നേടുന്നവനാണ് ഈ ദിലീപ് കുമാർ. തെളിയിക്കണം. തെളിയിച്ചാൽ പെണ്ണവന്. അപ്പൊ എപ്പ തല്ലണം? തീയതി നിശ്ചയിക്കും. എത്ര പേരെ തല്ലണം? തമ്മിൽ തല്ല് ശാസ്ത്രത്തിൽപ്പെട്ടതല്ല. കരക്കാരുടെയും പ്രമാണിമാരുടെയും സാന്നിധ്യത്തിൽ നേരിട്ട് ശക്തി പരീക്ഷിക്കട്ടെ. ഗുസ്തി, ഗാട്ടാ ഗുസ്തി. ആരോട്? ആശാനോടോ? സിംഹം കുറുനരികളെ നേരിടാറില്ല. ആളും തീയതിയും പുറമേ അറിയിക്കും. ജയ് ഹനുമാൻ. അടിപിടി വേണ്ട, കൊടിപിടി വേണ്ട, ഗുസ്തി പിടിച്ചോട്ടെ, ഗാട്ടാ ഗുസ്തി പിടിച്ചോട്ടെ. ഒന്ന് കഥ സമയായിരുന്നേ. ദിലീപ് ബൽബനെ, ഹലോ ബൈലോണെ, ഒന്ന് കഥ ഞാനൊരു മുണ്ടെടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടോ? ചായ 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 എടുത്തേ. ചൂട് ചായ ചായ ഹോർലിക്സ് ഉണ്ടോ? ഫസ്റ്റ് ക്ലാസ് ഉണ്ടംപൊരി ഉണ്ട്, വേണോ? ഹോർലിക്സ് നാളെ ശുദ്ധമായ പശുമ്പാലി ചേർത്ത ചായ കൊണ്ട് പോറോ അവിടുന്ന്. പോരോ ഗാട്ടാ ഗുസ്തി ചായ ഓരോ അവിടുന്ന്. ചായ ഒന്ന് മാറിക്കേ. ചായ 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 ചൂട് ചായ ചായ ചൂട് ചായ. ഞാൻ ചോദിച്ചപ്പോ താനല്ലേ ചായ വേണ്ടെന്ന് പറഞ്ഞേ? ഇപ്പൊ വേണമെന്ന് തോന്നി. വിളിക്കാതെ ഓടാ, നിന്നെ പോലെ പഞ്ചസാരക്ക് ഒരു സാക്രി ഇവിടെല്ലടാ ഞാൻ ചായ കൊടുക്കുന്നത്. സാക്രിയിലിട്ട് ചായ വിൽക്കുന്ന നീ ആണ്ടാ തണ്ടി. ആൾക്കാരെ പുല്ലാണടാ. ഒന്ന് പോണ അവിടുന്ന് വെള്ളം ഉണ്ടാക്കാതെ. നിന്റെ വീട്ടിൽ വെള്ളം ഉണ്ടാക്കാൻ. എന്റെ കസ്റ്റമറെ അവമാനിച്ചാൽ അടിക്കുന്നത് എല്ലാം അടിക്കും. എന്നാ എല്ലോടിയടാ ഒടി. ജയിലിൽ പോടാ. കൊടൽ മോലയോ ഓടിയിലെടുക്കും. എനിക്കിനി മുന്നും പിന്നും നോക്കണ്ടോ? അങ്ങോട്ട് ചെല്ലേട്ടാ. അങ്ങോട്ട് ചെല്ലല്ലേ നേതാവേ? ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. ധൈര്യമായിട്ട് അവിടെയല്ലേ? ഞാൻ പോവാ തള്ളാതെ. ഞങ്ങളുടെ ഫയൽമാൻ ഗുസ്തിയിൽ ജയിച്ച സ്ഥിതിക്ക് ഇനി കല്യാണത്തിന് വൈകി കൂടാ. ജയിച്ചതാണെങ്കിൽ ആരെങ്കിലും തോക്കണ്ടേ?
അപ്പുകുട്ടൻ ഫയൽമാൻ ചക്ക വെട്ടിച്ചതുപോലെ വീണതോ? അത് വീണു പോയതല്ലേ, ആരും വീഴ്ചതല്ലോ. ഫൽഗുനൻ കുറ്റമേറ്റല്ലോ. ദേവോദരെ ഏൽപ്പിച്ച് ഫൽഗുനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചല്ലേ? അപ്പോ ജോത്സ്യത്തിൽ തെളിഞ്ഞതോ? ജോത്സ്യത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. വിശ്വസിക്കണ്ട, നേരിൽ കാണുന്നത് വിശ്വസിക്കാമല്ലോ. ചതിയും വഞ്ചനയുമില്ലാതെ മുറപ്രകാരം ശാസ്ത്രപ്രകാരം നിങ്ങളുടെ ഫയൽമാൻ എന്റെ ഫയൽമാനെ ഗോദായിൽ മലത്തട്ടെ. ആളും തീയതിയും പുറമേ അറിയിക്കും. പിടിക്കാം, അല്ലെങ്കിൽ ഒഴിയാം. അത് ഞാൻ സർവശക്തി ഉപയോഗിച്ച് ഞങ്ങളുടെ ഫയൽമാൻ പിടിക്കും. കണ്ടോളാം, കണ്ടോളാം, കുരുക്ഷേത്രത്തിൽ കണ്ടോളാം. കണ്ടോളാം, കണ്ടോളാം, കുരുക്ഷേത്രത്തിൽ കണ്ടോളാം. കണ്ടോളാം, കണ്ടോളാം, കുരുക്ഷേത്രത്തിൽ കണ്ടോളാം. കുടുംബണ്ണ, 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 കുടുംബണം വരുന്നുണ്ട്, വരുന്നുണ്ട്. ഒരു രൂപ പൊതിഞ്ഞു കൊടുത്തിട്ട് പിടിച്ചോ. എന്തൊന്നാ ഇത്? എല്ലാം പറഞ്ഞു തരാം. നിനക്ക് പരിചയമുള്ള കംപ്ലീറ്റ് പരദേവതകളെ മനസ്സിൽ ധ്യാനിച്ച് കാലുപിടി, കാലുപിടി, കഴുതുപിടി, പിടി. അനുഗ്രഹിക്കും മച്ചമ്പി. ആരാ എന്താ എന്നൊന്നും അറിയാതെ? ആഹാ, അപ്പൊ ഉടുമ്പ് മച്ചമ്പിക്ക് ആളെ മനസ്സിലായില്ലല്ലേ? ഈ കിടക്കുന്നതാണ് സാക്ഷാൽ ദിലീപ് ഫൈൽവാൻ. ഓ, നമ്മുടെ ജിങ്കാനെ മലർത്തിയടിച്ച. മച്ചമ്പി എന്താ അങ്ങനെ നോക്കുന്നത്? അല്ല, കണ്ടിട്ടൊരു ഫൈൽവാനാണെന്ന് തോന്നുന്നില്ലല്ലേ? കണ്ടാ തോന്നുകയല്ല. അരിതട, കളരിപ്പയറ്റ്, പടക്കംപാട്ട്, കരാട്ടെ, ഇതൊക്കെയാണ് ഫൈൽവാന്റെ പ്രധാനപ്പെട്ട നമ്പറുകൾ. പക്ഷേ ഗുസ്തിയിൽ ഒന്നുകൂടെ ഒന്ന് കലങ്ങി തെളിയാനുണ്ടോ? പിന്നെങ്ങനെ ജിങ്കാനെ മലർത്തിയടിച്ചത്? അത് അങ്ങനെ അങ്ങ് മലർന്നു എന്നേ ഉള്ളൂ. അവനുണ്ടല്ലോ കൊച്ചുകുട്ടൻ, ഞൊണ്ടിക്കുട്ടൻ, അവൻ ഇനിയും ഫൈൽവാന്മാർ ഇവിടെ കൊണ്ടുവരും. ജിംഖാനെ ഇവിടെ തന്ത ഫൈൽവാന്മാരെ. ഇനി ഏവനെ കൊണ്ടുവന്നാലും തൊട്ടകൈക്ക് അടിച്ച് മലർത്താനുള്ള ശേഷിയും സൂത്രങ്ങളും മച്ചമ്പി ഇദ്ദേഹത്തെ അഭ്യസിപ്പിക്കാം. ആരെ വേണോ മലർത്താം. പക്ഷേ ഞാൻ അങ്ങനെ ആരെയും ശിഷ്യന്മാരായി സ്വീകരിക്കാറില്ല. അത് പറയരുത്, അത് പറയരുത്. ഉടുമ്പിന്റെ കാലം കഴിഞ്ഞാൽ ആ പാരമ്പര്യം നിലനിർത്താൻ ഇവിടെ മറ്റൊരു ഉടുമ്പ് വേണമെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഒരു ഓന്തെങ്കിലും വേണ്ടേ? അവസാന കാലത്ത് ഈശ്വരൻ നേരിട്ട് കൊണ്ടുതന്നതായ ശിഷ്യനാണെന്ന് കരുതി ഇവിടുത്തെ മനസ്സ് കംപ്ലീറ്റ് ഓപ്പൺ ചെയ്ത് ഒന്ന് അനുഗ്രഹിച്ചാട്ടെ. ഒന്ന് അനുഗ്രഹിച്ചാട്ടെ. ഇതപ്പോ വലിയ കാര്യം. ഒന്ന് അനുഗ്രഹിച്ചാട്ടെ. ഒന്ന് എഴുന്നേൽക്ക്. ഒന്ന് എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. ഏത് വമ്പനായാലും ദേവേന്ദ്രന്റെ മകൻ കൊച്ചുപപ്പു ആയാലും അവനെ മലർത്താനുള്ള സിദ്ധിയും ശക്തിയും നിനക്ക് ഞാൻ ഉണ്ടാക്കിത്തരും. ജയ് കാളീശ്വരി. കാളീശ്വരി മോളെ, അച്ഛൻ വിളിക്കുന്നേ. കാളീശ്വരി ദേവിയാ. താരാസിംഗ്, താരാസിംഗ് ആരാണേ? കൊച്ചുകുട്ടമ്മയുടെ ആളിയാണോ? അങ്ങനെ വിളിക്കുമ്പോ ചൂല് പോയി കൊണ്ട് ഓടി വരെ പോയി പണി നോക്കാൻ പറയടി. ചുമ്മാ വരട്ടേ. വെറും വിരട്ടാണെന്ന് പറയാൻ ഒക്കൂല്ല നേതാവേ. പിന്നെ ഈ മുണ്ടിക്കുട്ടൻ പണ്ട് വടക്കേ ഇന്ത്യയിലൊക്കെ പോയിട്ടുണ്ട്. ദാരാസിംഗും കുട്ടനും കൂടെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ വീട്ടിൽ ഇരിപ്പുണ്ട്. അതൊക്കെ വെറും തട്ടിപ്പാണടേ. ഞാനും പ്രധാനമന്ത്രി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഇല്ലേ, അത് വെട്ടി ഒട്ടിക്കുകയാണ്. ഏയ്, എനിക്ക് തോന്നുന്നില്ല ഇത്രയും കാശ് കൊടുത്ത് ദാരാസിംഗിനെ കൊണ്ടുവരുമെന്ന്. എനിക്ക് തോന്നുന്നില്ല. ഇനി താരാസിംഗ്, താരാസിംഗ് അങ്ങോട്ട് പിടിച്ചു നോക്കുന്നെ. ആര് പിടിക്കും? നിങ്ങൾ പിടിക്കോ? എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സമാനം ഉണ്ടാവില്ലല്ലേ? എന്റെ ദിലീപ് ഫൈൽവാ ഒന്ന് സമാധാനപ്പെട്. ഉടുമ്പ് മച്ചമ്പി സകല വിദ്യകളും അഭ്യസിപ്പിക്കാമെന്നുണ്ടെങ്കിൽ താരാസിംഗിന്റെ കൂടെയും പിടിക്കാം. കഴിഞ്ഞ തവണത്തെ പോലെ വല്ല മയക്കുമരുന്ന് പരിപാടിയും? അല്ല, അതും നോക്കാം. ഏതായാലും കയറി അങ്ങ് പിടിക്കുക തന്നെ. അതെ. പിന്നെ താരാസിംഗിനൊരു കുഴപ്പമുണ്ട്. അതെന്തോടെ? എതിരാളി തന്റെ കൈത്തരിപ്പ് തീർക്കാൻ ശക്തനല്ലെന്ന് തോന്നിയാൽ പിന്നെ കണ്ണി കണ്ടവനെ ഒക്കെ വലിച്ചു കീറും. പണ്ട് ഭീമസേനൻ ജരാസന്ധനെ വലിച്ചു കീറിയതുപോലെ ജരാസന്ധനെ ഒരു കാലുകൊണ്ട് ഒരു കാലിൽ ചവിട്ടും, മറ്റേ കാലിൽ പിടിച്ചുകൊണ്ട് പട്ടപട്ടപട്ടപട്ടാന്ന് വലിച്ചു കീറും, വാഴപ്പോള കീറുന്നത് പോലെ.
ആ